വളരെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് കുറച്ചൊരു ക്രിസ്പി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയാലോ. ബ്രേക്ക്ഫാസ്റ്റോ സ്നാക്കോ ആയിട്ടൊക്കെ കഴിക്കാം. നമ്മൾ സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളാണ്. അപ്പോൾ ആദ്യം നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കടല എടുത്തിട്ട് വറുത്തെടുക്കാം കേട്ടോ. ഈ കടല ഒന്ന് വറുത്തതിന് ശേഷം നമുക്ക് അതിനെ ഒന്ന് പൊടിച്ചെടുക്കണം. നല്ലോണം പൊടിക്കരുത്, കുറച്ച് പീസുകളായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. ഇനി നമുക്ക് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് വറുത്ത സേമിയയും പിന്നെ ഒരു 1/2 കപ്പ് വറുത്ത റവയും കൂടിയാണ് ചേർത്തി കൊടുക്കുന്നത് കേട്ടോ. റവയും സേമിയയും കൂടി ഇങ്ങനൊരു ഡിഷ് നിങ്ങൾ ഇതുവരെ പരീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇനി അതിലേക്ക് ഇതാ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ നിലക്കടലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂണോളം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് കേട്ടോ. ഇഞ്ചിയെല്ലാം ശരിക്കും പൊടിയായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഒരു 3 പച്ചമുളക് അതും പൊടിയായി അരിഞ്ഞിട്ടുണ്ട്. ഒരു ഒനിയൻ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം സൈസ് ഒനിയൻ, ഒരു 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ്, 1/2 കപ്പ് ക്യാപ്സിക്കം, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകമാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി. ചാറ്റ് മസാല വേണമെന്നുള്ളവർക്ക് അതിടാം. ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് നല്ലവണ്ണം മല്ലിയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒരു 2 ടേബിൾ സ്പൂണോളം അധികം പൊളിയില്ലാത്ത തൈരും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക്. ഇനി കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെല്ലാം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചാറ്റ് മസാല വേണമെന്നുള്ളവർക്ക് ചാറ്റ് മസാലയൊക്കെ ഇതിലിടാം കേട്ടോ. ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഒരുപാട് സോഗിയായിട്ട് ദോശമാവിൻ്റെ പരുവത്തിലല്ല ഇതുണ്ടാണ്ട്, നമുക്കിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒഴിക്കാനുള്ള പരുവത്തിലായിരിക്കണം കേട്ടോ. കുറച്ച് വെള്ളം ഇരുന്നോട്ടെ. ഇത് ഒരു 10 മിനിറ്റ് നമുക്കിനി ഇതിനെ ഒന്ന് അടച്ചു വയ്ക്കാം. സേമിയ കൊണ്ട് സാധാരണ ഉപ്മാവും പായസമൊക്കെ അല്ലേ നിങ്ങൾ റെഡിയാക്കുന്നത്. ഇത് തീർത്തും വ്യത്യസ്തമായിരിക്കും. ഇത് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഉപയോഗിക്കുക. ഒരു 10 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, കട്ടിയായിട്ടുണ്ട്. ഇത്ര കട്ടിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്കതിനെ ഒന്ന് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്കതിനെ ഒന്ന് കുറച്ചും കൂടി സോഫ്റ്റ് ആക്കാം. ഒഴിക്കാനുള്ള പരുവം അത്രയും നമ്മൾ നോക്കണ്ടു. അപ്പോഴേ അത് ക്രിസ്പി ആയിരിക്കുള്ളൂ കേട്ടോ. ഇത് കണ്ടോ, ഇതാ ഈ പരുവത്തിലാണ് നമ്മൾ ഇതിനെ റെഡിയാക്കുന്നത്. ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഇതുമാതിരിയൊക്കെ കേട്ടോ. കുറച്ച് ഓയിൽ ഇരുന്നോട്ടെ, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ക്രിസ്പിനെസ് കറക്റ്റായിരിക്കും. അതൊന്ന് എണ്ണ നന്നായി ചൂടാകുമ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഒരു കയ്യിൽ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ കയ്യിലായിട്ട് വേണമെങ്കിൽ ദോശക്കല്ലിൽ വെച്ചിട്ട് ചെറിയതായിട്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിനെ എല്ലാ സ്ഥലത്തേക്കും ഈവനായിട്ട് ആക്കി കൊടുക്കാം. കുറച്ച് ഓയിൽ വേണമെങ്കിൽ സൈഡിലൂടെയും മുകളിലൂടെയൊക്കെ എന്തായാലും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സൈഡ് ഇതേമാതിരി നമ്മുടെ ഒരു അത് വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ സ്ഥലവും ഒരേമാതിരി കുക്കാവുകയും ചെയ്യും കേട്ടോ. ഇനി ഒരു മീഡിയം സൈസ് ഫ്ലെയിമിലൊരു 5 മിനിറ്റോളം 2-3 മിനിറ്റ് അങ്ങനെ കുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതായിട്ടുണ്ട് ഈ ഭാഗം. ആ ഭാഗം നല്ല പെർഫെക്റ്റായി കുക്കായി. ഇനി ഒരു ഇതേമാതിരി ഒരു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് സമയം അവിടെ ഇരുന്നോട്ടെ. ഒരു 3 മിനിറ്റോളം അവിടെ ഇരിക്കട്ടെ. ഇത് നല്ല ഹെവിയാണ് കേട്ടോ ഫുഡ്. ഇത് നല്ല ഹെവിയുമാണ്, നല്ല ക്രിസ്പിയുമായിരിക്കും. കുറച്ച് ക്രിസ്പി എന്നാൽ നല്ല ആവശ്യത്തിന് ഉള്ളിൽ നല്ലോണം കുക്കായിട്ടുണ്ടാവും. ഇതാ ആയിട്ടുണ്ട് കേട്ടോ. 2 സൈഡും ആയിട്ടുണ്ട്. ഇതിൽ ആ നിലക്കടലയൊക്കെ കടിക്കാനുള്ളതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് കേട്ടോ. നിലക്കടല ഇഷ്ടമില്ലാത്തവർക്ക് അത് ഇടണമെന്നില്ല. അപ്പോൾ കുക്കായപ്പോൾ 2 സൈഡും കുക്കായപ്പോൾ വാങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഞാനിന്ന് കഴിച്ച് നോക്കാൻ പോകണം. കണ്ടോ, ഒരുപാട് തിക്കല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് നല്ലൊരു ഹെവി ആയിരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വീണ്ടും ഇതുമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റെസിപ്പീസുമായിട്ട് കാണാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. താങ്ക് യു.